അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രിസ്മസ് വെക്കേഷൻ എക്സാം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തദ്രീബു തിലാവ തേൻനിലാവ് 1ാം ക്ലാസ്സിലേക്കുള്ള ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ കിതാബത്ത് പരീക്ഷയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തദ്രീബു തിലാവ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ 2024-2025 വർഷത്തെ ക്രിസ്മസ് വെക്കേഷൻ എക്സാമിലെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് തദ്രീബു തിലാവ എക്സാമിൽ കൂടുതൽ മാർക്കും കുട്ടികളുടെ വായനക്കാണ് പ്രാധാന്യം നൽകുന്നത്. കിതാബത്ത് എക്സാമിൽ കുട്ടികളുടെ എഴുത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തദ്രീബു തിലാവ എക്സാമിൽ കുട്ടികളുടെ വായനക്കാണ് കൂടുതൽ മാർക്കും പ്രാധാന്യവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യോജിച്ച പേരുകൾ പറയുക. അതിൻ്റെ താഴെ 5 വാക്കുകളും 5 ഫോട്ടോകളും ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ദജാജ, രണ്ടാമത്തേത് സയ്യാറ, 3 അലം, 4മത്തേത് ബൈത്ത്, 5 ജമൽ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എതിർവശത്ത് ക്രമം തെറ്റിച്ചുകൊണ്ട് ഫോട്ടോകൾ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ഇത് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഉസ്താദ് ചോദിക്കുന്ന സമയത്ത് ഓരോ ഫോട്ടോയുടെയും പേരുകൾ അറബിയിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക. ഈ 2 രൂപത്തിലാണ് എക്സാം നടക്കുക. ഏതെങ്കിലും ഒരു രൂപമാണ് ചൂസ് ചെയ്യുക. കൊടിക്ക് അലമ് എന്നാണ് അറബിയിൽ പറയുക, വീടിന് ബൈത്ത് എന്നും, ഒട്ടകത്തിന് ജമൽ എന്നും, കാറിന് സയ്യാറ എന്നും, കോഴിക്ക് ദജാജ എന്നുമാണ് അറബിയിൽ പേര് പറയുക. ഒന്നുകിൽ അത് ഉസ്താദിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഉസ്താദ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മാച്ച് ചെയ്യുക ഓരോന്നും. രണ്ടാമത്തെ ചോദ്യം, അക്ഷരങ്ങളുടെ പേര് പറയുക. അതിൻ്റെ താഴെ 5 അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് ഫത്ഹ, കസ്റ, ദമ്മ, സുക്കൂൻ, തൻവീനുകൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ വായിക്കേണ്ടത്? അതിനെ എങ്ങനെ വായിക്കും? അതിൻ്റെ പേര് എങ്ങനെ പറയും? ഒന്നാമത്തേത് ഐൻ. അവിടെ ഐ എന്നൊന്നും വായിക്കരുത്, വായിച്ചാൽ മാർക്ക് നഷ്ടപ്പെടും. ഐന് എന്നാണ് അതിൻ്റെ പേര് പറയുക. രണ്ടാമത്തേത് ഖാ, 3 സാ, 4മത്തേത് സ്വാദ്, 5മത്തേത് ലോ. ഇങ്ങനെ വേണം ഓരോന്നിൻ്റെയും പേരുകൾ പറയാൻ. അതും ഉസ്താദിന് വായിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി വായിക്കുക. അതിൽ അലിഫ്, ബ, ജീം അങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. 3 രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ്. അതിലേറ്റവും മേലെ 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടി എഴുതിയ 3 അക്ഷരങ്ങൾ കൂടിയ വാക്കുകളാണ്. അതിൻ്റെ താഴെയുള്ളത് 1 അക്ഷരം മാത്രമേ വായിക്കേണ്ടതുള്ളൂ. അതിൻ്റെ താഴെയുള്ളത് 2 അക്ഷരങ്ങൾ മാത്രം വരുന്ന രീതിയിലുമാണ്. ഏതായാലും ഒന്നാമത്തേത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബ്ദുൻ, ഷജറുൻ, ഹിസ്ബുൻ, സിബ്ഗുൻ, ഖദ്റുൻ. ഇത് ഉസ്താദിന് തെറ്റില്ലാതെ വായിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെ തി, ഹ, ദു, സി, ഷു, ത. അതിൻ്റെ താഴെ ബ, ജി,
ദൂ റുൻ താ ഐ ലോ. ഇങ്ങനെയാണ് കുട്ടികൾ വായിച്ചു കൊടുക്കേണ്ടത്. വായിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫതഹ തൻവീൻ, ലമ്മ തൻവീൻ, കിസ്റ തൻവീൻ, അതുപോലെ അലിഫ് കൊണ്ട് നീട്ടുന്നത്, വാവ് കൊണ്ട് നീട്ടുന്നത്, യാവ് കൊണ്ട് നീട്ടുന്നത്, അതൊന്നും മാറിപ്പോകാതെ ഫസ്റ്റ് വായനയിൽ തന്നെ ഒരു തെറ്റുമില്ലാതെ വായിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ താഴെ ചേർത്തെഴുതി വായിക്കുക. അടിയിൽ കൊടുത്തത് കാണാം ബ ഉ ദ, തൊട്ടിപ്പുറത്ത് ഹ ബ റ. ഇത് രണ്ടും അതിൻ്റെ സൈഡിലുള്ള ബ്ലാങ്കായ ആ ബോക്സിൽ ശരിയാക്കി എഴുതുക. ചേർത്തി എഴുതി ഉസ്താദിന് വായിച്ചു കൊടുക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, കിതാബത്തിൻ്റെ വീഡിയോയിൽ ഉസ്താദ് പറഞ്ഞതുപോലെ ചേർത്തെഴുതുമ്പോൾ ശേഷമുള്ളതിലേക്ക് ചേർത്തി എഴുതാത്ത അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കുട്ടികൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. അലിഫ്, വാവ്, ദാല്, ദാല്, റാ, സായ്. ഈ അക്ഷരങ്ങൾ ശേഷമുള്ളതിലേക്ക് ചേർത്തുകയില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഉസ്താദ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തെറ്റാതെ ചേർത്തി എഴുതി ഉസ്താദിന് വായിച്ചു കൊടുക്കുക. ബഅദ, ഹദറ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പിരിച്ചെഴുതി വായിക്കുക. പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചേർത്തി എഴുതിയത് കാണാം. ഹതബുൻ, തൊട്ടിപ്പുറത്ത് ളുഅഫുൻ. ഇത് രണ്ടും ചേർത്തിയാണ് എഴുതിയിട്ടുള്ളത്. അതിനെ ചേർക്കാതെ എഴുതുക. അതാണ് പിരിച്ചെഴുതുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ചേർക്കാതെ എഴുതണം. ഹതബുൻ എന്നതിൽ ഹ, ത, ബ, ഈ 3 അക്ഷരങ്ങളും എങ്ങനെയാണോ അവസാനം എഴുതുക, എങ്ങനെയാണോ അത് ഒറ്റക്ക് വരുമ്പോൾ എഴുതുക, അതാണ് നമ്മൾ ചേർക്കാതെ എഴുതുമ്പോൾ എഴുതേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഹ അവസാനം വരുന്ന രൂപം ഉസ്താദ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് എഴുതേണ്ടത്. ഹ, ത, ബുൻ, ഇങ്ങനെ ചേർക്കാതെ എഴുതണം. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ളുഅഫുൻ എന്നതിനെ ചേർക്കാതെ എങ്ങനെയാണ് എഴുതുക? അതിൻ്റെ അവസാനം വരുന്ന രൂപം ളാദ് അവസാനം വരുന്ന രൂപമാണ് വീഡിയോയിൽ കാണുന്നത്. ശേഷമുള്ളത് ഐനാണ്. അതിൻ്റെ അവസാനം വരുന്ന രൂപം ഇതാണ്. അവസാനമുള്ളത് ഫാ ആണ്. ഈ ഫാവും അവസാനം വരുന്ന രൂപം വീഡിയോയിൽ കാണാം. ളുഅഫുൻ, ളുഅഫുൻ. ഇങ്ങനെയാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. ഇത് ചേർക്കാതെ എഴുതി ഉസ്താദിന് വായിച്ചു കൊടുക്കുക. അടുത്ത ചോദ്യം, കളർ നൽകാം. ഏത് കളറും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ആ ഫോട്ടോക്ക് ഭംഗി കൂടാൻ ആവശ്യമായ ഏത് കളറും, എങ്ങനെയാണോ ആ പൂവിന് അതുപോലെ ആ പള്ളിക്ക് കളറ് കൊടുക്കാൻ നല്ലത്, അത് നമ്മൾ കുട്ടികൾക്ക് തോന്നുന്ന രീതിയിൽ അതിന് കളർ കൊടുക്കുക. ആദ്യം ഒരു ഫ്ലവറുണ്ട്, അതിന് ശേഷം ഒരു പള്ളിയുണ്ട്. ഇത് രണ്ടിനും നല്ല രൂപത്തിൽ കളർ നൽകുക. ഇതോടുകൂടെ നമ്മുടെ എക്സാം അവസാനിക്കുകയാണ്. ടോട്ടൽ മാർക്ക് 100 മാർക്കാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നല്ല രൂപത്തിൽ പഠിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളായി മാറാൻ നമ്മുടെ എല്ലാ കുട്ടികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.